സാറിപ്പോൾ നല്ല ഓർമ്മകൾ നമ്മളായിട്ട് പങ്കുവെച്ചു. ഇനി സാറിന് ചെറിയൊരു സമ്മാനം, അത് നമിത ഒരു പാട്ട് പാടുന്നതായിരിക്കും. വളരെ സന്തോഷമുണ്ട് നമിത. പക്ഷേ ഇനിയും നിങ്ങൾ സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വിടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇനി സമ്മാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമ്മാനം പ്രത്യേകിച്ചിട്ട് എഴുതുന്നവരൊക്കെ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു പൊന്നാടിയങ്ങ് നിങ്ങൾ തരുന്നതാണ് വിഷുവിന്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ച് നിന്നിട്ട് എനിക്ക് കൂടുതൽ ദുഃഖം ഉണ്ടാകരുത്. കാർമുകിൽ വന്ന മിന്നും താമര കണ്ണ കാളിന്തി പാടും ഗീതങ്ങൾ പോലെ കൺമണി നീ വരില്ലേ മിന്നും കണ്ണ കാർമുകിൽ വന്ന മിന്നും താമര കണ്ണ കാളിന്തി പാടും ഗീതങ്ങൾ പോലെ കൺമണി നീ വരില്ലേ മിന്നും കണ്ണ കാർമുകിൽ വന്ന മിന്നും താമര കണ്ണ. മാഷ് ഇതിനു മുമ്പേ മാഷ് കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിഷുക്കാലാണ്, വിഷുവിനെ കുറിച്ചൊരു കഥ എഴുതിയിട്ടുണ്ടോ? ഇതിൽ ഞാൻ അങ്ങനെ ഒരു സീസണായിട്ട് കഥ എഴുതുന്ന ഒരാളല്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഇതിൻ്റെ ഒന്നും അങ്ങനെ ഒരു പുറകിൽ പോയിട്ട് എല്ലാവരെയും കഥ എഴുതിയിട്ട് ഇപ്പോഴും മേശപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷുവിന് കഥ കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് വിഷുവെ സംബന്ധിച്ചല്ല, കഥ കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട പത്രാധിപരുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനതിനൊരു മറുപടി പോലും കൊടുത്തിരുന്നില്ല. മാർച്ച് അവസാനം കിട്ടിയിട്ട് പുതിയൊരു വളരെ അടുത്ത സുഹൃത്താണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷു സംബന്ധമായിട്ടൊരു കഥ അല്ലെങ്കിൽ ഓണ സംബന്ധമായിട്ടുള്ളൊരു കഥ, ഇപ്പോൾ ഓണപ്പതിപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരുപാട് കഥകൾ നമ്മൾ എഴുതിയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കിതിൽ താല്പര്യം നഷ്ടപ്പെടും. കാരണം നമുക്ക് കഥ വന്നു കഴിഞ്ഞാൽ മാത്രം എഴുതുന്ന ഒരു രീതിയിലേക്ക് എത്തും. ഇപ്പം ഇതൊക്കെ ഞാൻ അനുഭവക്കുറിപ്പുകളായിട്ടാണ് നേരത്തെ ഇപ്പം ഞാൻ സംസാരിച്ചല്ലോ. പടക്കം പൊട്ടുന്നതും ഓടി രക്ഷപ്പെടുന്നതും അങ്ങനെയുള്ളത് അനുഭവങ്ങളായിട്ട് പലപ്പോഴും എഴുതിയിട്ടുണ്ട്. അതിൽ ചിലപ്പോഴൊക്കെ വിഷു കടന്നു വന്നിട്ടുണ്ടായിരിക്കും. അല്ലാതെ കണ്ട് വിഷുവിന് കൃത്യമായിട്ട് വിഷു ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരു കഥ എഴുതണമെന്ന് നമുക്ക് തോന്നാൻ സാധ്യത ഉണ്ടെങ്കിൽ എഴുതാം. പക്ഷേ എനിക്കങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇനി ഈ പ്രാവശ്യത്തെ ഓണത്തെക്കുറിച്ചിട്ടൊരു കാച്ചാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സാധാരണ വരാറില്ല. പക്ഷേ ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിഷുവിന് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടുകാരോടൊപ്പമുള്ള നിമിഷങ്ങൾ തന്നെയായിരിക്കും. മാഷിൻ്റെ ബാല്യകാലത്ത് അല്ലെങ്കിൽ ആ ഒരു യുവാവായിരിക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെയുള്ള വിഷു ഓർമ്മകൾ എങ്ങനെയാണ്, കൂട്ടുകാരോടൊത്തുള്ള വിഷു ഓർമ്മകൾ എങ്ങനെയാണ് മാഷ് ഓർമ്മിച്ചെടുക്കുന്നത്? അത് ഇതിപ്പം വിഷു ഓണം രണ്ടും എടുക്കുമ്പോൾ നമുക്ക് കൂട്ടുകാരൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അന്നേരത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്ക് വിഷുവിന് നമുക്ക് ഉണ്ടാകുന്നൊരു കാര്യം പിറ്റത്തെ ദിവസത്തെ ഒരു ഓർമ്മ വളരെ കൂടുതലായിരിക്കും. രാത്രി പടക്കം പൊട്ടിച്ചിട്ട് പിറ്റത്തെ ദിവസം ഇതിൻ്റെ ഈ പടക്കം ഇല്ലാതെ കണ്ട് തിരി പരതിയിട്ട് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിട്ട് കൈപൊള്ളിക്കുന്നൊരു സമയമുണ്ട്. ഉള്ള അപകടങ്ങൾ മുഴുവൻ തണ്ടി വെക്കുന്നതാണ് ആ സമയത്ത്. അപ്പോൾ അന്നേരത്തെ എല്ലാ കൂട്ടുകാരും ഒന്നായിട്ട് വരികയും ഇത് പരതിയിട്ട് അത് ഈ വീട്ടിലിപ്പം ഞാൻ എൻ്റെ ഒരു പഴയ വീട്ടിൽ ആ ഓർമ്മയിൽ അവിടുന്ന് അടുത്ത വീട്ടിലേക്ക് പോകും, അടുത്ത വീട്ടിൽ നിന്ന് മറ്റു വീട്ടിലേക്ക് പോകും. ഇവിടെ പോയി കഴിഞ്ഞാലൊക്കെ നെയ്യപ്പം പഴം ഇതൊക്കെ അമ്മമാരെടുത്ത് തരുകയും ചെയ്യും. അന്നേരത്തൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല ഇതിനോട്. കാരണം നമ്മുടെ ലക്ഷ്യം മുഴുവൻ എന്തായിരിക്കും, ഈ പടക്കത്തിന് പോയിട്ട് തിരികൊളുത്തുക എന്നുള്ളതാണ്. അതായത് അത് 100 അപകടങ്ങൾ തണ്ടി വെക്കുകയും ചെയ്യും സംഭവം. എന്നിട്ട് ഈ മരുന്നൊക്കെ എങ്ങനെയെങ്കിലും വെച്ച് കെട്ടി അതിനൊരു തിരിയും വെച്ച് ഇത് പൊട്ടിക്കുമ്പോഴായിരിക്കും മുഖവും ഇതെല്ലാം ആകെ ഇതായിട്ട് ഇടിയും കീറലൊക്കെ ആയിട്ട് ഞാനൊക്കെ എത്രയോ തവണ അത് അനുഭവിച്ച കാര്യമാണ്. അപ്പോൾ അന്നേരത്ത് കൂട്ടുകാർ ഇത് ഒളിപ്പിച്ച് വെക്കാൻ നിൽക്കും. കാരണം ഇതൊന്നും വീട്ടൊന്നും അറിയിച്ചു കഴിഞ്ഞാൽ അടി ഉറപ്പാണ് സംഭവം. അന്ന് ഈ പറയുന്ന മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്നത്തെ കാണുന്ന സൗകര്യങ്ങളില്ലാതെ കൊണ്ട് ഇവർക്ക് വിഷുവിൻ്റെ ദിവസമായിരിക്കും നമ്മൾ ഏതെങ്കിലും വൈദ്യരുടെയൊക്കെ കൊണ്ടുപോകേണ്ടി വരിക. അതുകൊണ്ട് അതൊക്കെ എല്ലാ കുട്ടികളുടെയും ജീവിതത്തിൽ വരും. ആൺകുട്ടികൾ പ്രത്യേകിച്ച് അന്ന് ഈ തിമർത്ത് കളിക്കുന്ന ഇന്നത്തെ രീതിയിൽ മറ്റ് മാർഗങ്ങളില്ല. ഇന്ന് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ വിഷുവിന് പടക്കം പൊട്ടിച്ചില്ല, ഈ പടക്കം പൊട്ടിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കാണാം. കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഇത്
ആക്ടിവേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് മുഴുവനും ഇവിടെ വന്നിട്ട് കാണാം. നിങ്ങളുടെ ചാനൽ തുറന്നു വെച്ചാൽ മതി, തൃശ്ശൂർ പൂരമൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ബാല്യത്തിൽ ഇതൊന്നും സങ്കല്പിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. തൃശ്ശൂർ പൂരം ഞങ്ങളൊക്കെ നേരിട്ട് കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, ഇതിൻ്റെ താല്പര്യം ഉള്ളതുകൊണ്ട്. ഇപ്പം ഞാൻ അക്കാഡമി മെമ്പറായിരിക്കുമ്പോഴൊക്കെയാണ് തൃശ്ശൂർ പൂരം കൃത്യമായിട്ട് ഹോട്ടലിൽ നിന്ന് പോയിട്ട് കാണുന്നത്. അതുവരെ നമുക്ക് ഇവിടുന്ന് തൃശ്ശൂർ വരെ പോയിട്ട് തൃശ്ശൂർ പൂരം കാണുമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു വരുമ്പോഴേക്കൊക്കെ വീട്ടിൽ നിന്ന് പൂരം പാറി ഉണ്ടാക്കി തരും ഇവർ. അങ്ങനെ ഒരവസ്ഥ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഒരു വല്ലാതെ ബന്ധമുണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആ ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അവരിപ്പം പഴയ സുഹൃത്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്ന് ഈ പറഞ്ഞ നീ ഇത് വെച്ചിട്ട് അന്ന് ക്യാപ്സൻ്റെ മുഴുവനും മരുന്നെടുത്തിട്ട് ചെയ്തിട്ട് ഇതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെല്ലാം കെടുതി ഓരോരുത്തൻ ചെയ്ത കാര്യങ്ങൾ. ഒരു വിഷുവിൻ്റെ ദിവസം മേലെ പിന്നെ നമുക്കൊരു എയിം വന്നു. മേലത്തെ ഭാഗത്ത് ആദ്യമായിട്ട് കറണ്ട് പഴയ വീട്ടിൽ വന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് മേലെ ഒരു ലൈറ്റ് ഉണ്ടാക്കണം, എന്നിട്ട് ഈ വെളിച്ചത്തിൽ നല്ലോണം ഇത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് വരാതെ കണ്ട് അതിൻ്റെ അടുത്തൊരു ബൾബ് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പടക്കവും ഇത് ഞെളുപ്പ് വരില്ല. ഞെളുപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇത് നനഞ്ഞു പോവില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു നല്ല ഐഡിയ ആണ് നമുക്ക് നേരത്ത്. അപ്പോൾ ഇവനിങ്ങനെ നോക്കുകയായിരുന്നു ഇത് എവിടെയാണ് ഒരു ബൾബ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ബൾബെല്ലാം സംഘടിപ്പിച്ച് വയറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു ആ വയറ് തൊടുന്നത് വളരെ ശ്രദ്ധിക്കണം. അത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വെറും ലൈന് മാത്രമാണ്. പണ്ട് എനിക്ക് പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പോൾ ദിനേശ് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ പേര്. അപ്പോൾ ദിനേശിനോട് പറയും വെറും കമ്പിയിൽ കരണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൽ കയറി അങ്ങ് പിടിച്ചതേ ഓർമ്മയുള്ളൂ. ഇത് മേലത്തെ നിലയല്ലേ പിടിച്ചിട്ട് പിന്നെ ഞാൻ കാണുന്ന കാര്യം ഇവൻ ഷോക്ക് ഏറ്റിട്ട് അടിച്ച് തെറിച്ചിട്ട് ഈ ചുമരിൻ്റെ മേലെ വീണിട്ട് എൻ്റെ ഭാഗത്തേക്കാണ്. ഞാൻ എങ്ങനെയല്ലാന്ന് രക്ഷപ്പെട്ടിട്ട് ഏണിക്കുണ്ടിലേക്ക് പോയതെന്ന് എനിക്ക് അറിയും. കാരണം അപ്പോഴാണ് ഇവന് മനസ്സിലാകുന്നത് വെറും കമ്പിയിലും കറണ്ട് വരുന്നുള്ള കാര്യം. അങ്ങനത്തെ മണ്ടത്തരങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഇതിപ്പോൾ ഇവൻ ആ മണ്ടത്തരം ചെയ്തുകൊണ്ട് ഞാൻ അതിലും വലിയ മണ്ടത്തരം ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ വിഷുവിന് പിന്നെ കൈപ്പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടത്തിനപ്പുറമുള്ള ഈ പുഴേൻ്റെ അടുത്തുള്ള കാര്യം ഒക്കെയാണ്. അവിടെ തോണിയെല്ലാം എടുത്തിട്ട് നമ്മൾ പോകും. തോണിയെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് മൂർന്ന് കൊണ്ടുവരും ചിലപ്പോഴൊക്കെ. ഇതൊരു കാർഷികോത്സവം കൂടിയായിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ മൂർന്ന് കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്നേരത്ത് ഞാനൊക്കെ ചെയ്തു വെച്ച അല്ലെങ്കിൽ എൻ്റെയൊക്കെ അപകടം അന്ന് തന്നെ എല്ലാം തട്ടിപ്പോകേണ്ട എത്രയോ കേസ് ഉണ്ടായിട്ടുണ്ട്. തോണിയിലൊക്കെ പോകുമ്പോൾ ഈ ചെറിയ പിന്നെ ഇതിട്ടിട്ടുണ്ടാവും അവർ, ചെറിയ കോൺക്രീറ്റ് ബാറിട്ടിട്ട് അതിലുള്ളൂട്ട തോണി പോകണം. അപ്പോൾ നമ്മളെന്ത് വേണമെന്ന് പറഞ്ഞാൽ തോണി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ തോണീൻ്റെ മേലെ നിന്ന് കോൺക്രീറ്റ് സ്ലാബിൽ കയറിയിട്ട് അപ്പുറത്ത് പോയിട്ട് ഇറങ്ങിയിട്ട് തോണിയിൽ തുടരണം. അപ്പോൾ ഞാൻ ഒരു തവണ എൻ്റെ മഹാമണ്ഡത്തരം കൊണ്ടെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സ്ലാബിൽ കയറി വീണ്ടും തോണിയിൽ കയറി നേടിയാണ് കയറുന്നത്. അപ്പുറം ഇറങ്ങാണ്ട പേരിൽ ഇപ്പുറം തന്നെ ഇറങ്ങുന്നു. ഒറ്റ അടിക്കുന്ന സ്ലാബിൽ തോണിയിൽ മറിഞ്ഞ് അങ്ങ് പോകുന്നു. ആ അടി ഭീകരമായിട്ട് നെഞ്ഞിന് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പിന്നെ രണ്ടാലൊന്ന് തന്നെ സംഭവിക്കും. പിന്നെ ഈ കക്കാട് പുഴയിൽ ഇങ്ങനെ ഒരു വഞ്ചിയിൽ ഇങ്ങനെ ഒരു ശവം ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ ബാല്യകാലത്ത് വരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു ആവേശമല്ലേ കാണിക്കുക ഇത് സംഭവം. അന്ന് ഇതുമാതിരി കൊന്നപ്പൂവൊന്നും അത്ര കൂടുതലുണ്ടാവില്ല. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകും. പക്ഷേ ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ചക്ക മാങ്ങ എല്ലാ വീടുകളിലും ഉണ്ട്. ഇന്ന് അതിന് വലിയ പ്രയാസമാണ്. പിന്നെ കൊന്ന ഇവിടുത്തെ തന്നെ എൻ്റെ വീട്ടിലെ കൊന്ന ഏപ്രിൽ മാസം തുടങ്ങുമ്പോഴൊക്കെ തന്നെ കൊന്ന പൂത്ത് കഴിയും എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇനി കൊന്ന ആരെടുക്കുന്നെങ്കിൽ പോയിട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കണം. മാഷിന് കൈനീട്ടം കിട്ടിയിട്ടുണ്ടോ? കൈനീട്ടം നമുക്ക് വലിയ പ്രയാസമായിരുന്നു അന്ന് ഈ എൻ്റെ കുടുംബത്തിലാണേ. അതേസമയം വലിയ തറവാടുകളിൽ നമുക്കൊന്നും അന്ന് വേണ്ടപ്പെട്ടവരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അച്ഛൻ ഇല്ലാതൊരു പ്രശ്നം ഒന്നത്. അന്നേരത്ത് അച്ഛൻ്റെ വീട്ടിൽ നിന്നൊന്നും എല്ലാവരും പിന്നെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഇഷ്ടം പോലെയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതൊരു വലിയ വാർത്തയൊന്നുമല്ല. അന്ന് ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മഹാസംഭവമൊന്നുമല്ല നമ്മുടെ ബാല്യകാലത്ത്, എൻ്റെ പ്രായത്തിലുള്ളവർക്ക്. അപ്പോൾ പിന്നെ ഈ വലിയ തറവാടുകളുണ്ട്, അവർക്ക് കൈനീട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് 1 ഉറുപ്പികയാണ് കൊടുക്കുക. അതേസമയം ഇപ്പം നമ്മൾ ജോലിയായി
സാമാന്യ സൗകര്യങ്ങളായി. അന്നേരത്തെ ഈ പിള്ളേരൊക്കെ വന്നിട്ട് നിരന്നിട്ട് കൈ നീട്ട് ഇപ്പം 100 കൊടുത്താൽ വാങ്ങിക്കാത്ത അവസ്ഥയിലാണ്. 100 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ വളരെ പുച്ഛരവസ്ഥയിൽ ഇവൻ നോക്കൂ, ഈ 100 വാങ്ങിക്കാൻ വേണ്ടി വേറെ ആളെ നോക്കുമെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക്. നമുക്ക് 50 പൈസ കിട്ടിയില്ലെങ്കിൽ അന്ന് 1 ഉറുപ്പ്യ കിട്ടിയില്ല എന്നുള്ള കാര്യം. അന്നത്തെ 1 ഉറുപ്പ്യ 10 പൈസ ഇതൊക്കെ എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് ഈ മുരിക്കഞ്ചേരി തങ്ങൾ എന്ന് പറയുന്ന ഒരാളുണ്ട്, നമ്മളെ വലിയൊരു പിന്നെ ഹാജിക്ക. അപ്പോൾ ഇങ്ങേരെന്തോ ഇതൊരു പാവം പിടിച്ച ചെക്കനാന്നല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഈ പറമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം ഇങ്ങ് വാടാന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ചിട്ട് ഈ വിഷുവിൻ്റെ ദിവസത്തിലൊരു 10 പൈസ, ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരു തവണ, ഈ മുരിക്കഞ്ചേരി തങ്ങളുടെ കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് ഈ 10 പൈസ എനിക്ക് തന്നിട്ട്, അത് 10 പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് 10 പവൻ കിട്ടിയ മാതിരിയുള്ളൊരു സന്തോഷമാണ്. കാരണം ഒരാളും പരിഗണിക്കാതിരിക്കുക. അന്ന് കാരണന്മാരാണെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും റിസ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് അവരുടെ എയിം. ഞാനതാ നേരത്തെ പറഞ്ഞ, നമ്മൾ പുസ്തകത്തിന് വേണ്ടി വെച്ചത്, കുപ്പായത്തിന് വേണ്ടി വെച്ചത് ഇവരടിച്ചു മാറ്റും. ഒരുത്തനും മര്യാദയ്ക്ക് ജോലി ചെയ്യാതെ കേസാണെന്നല്ല അന്നത്തെ ഉള്ളത്. എന്താ അവിടെയുള്ള തറവാട്ടിലുള്ള അതെല്ലാവരും വിറ്റും പൊറുക്കുകയും തീർക്കുക എന്നുള്ളതാണ്. ഇന്നത് മാറി. കാരണം ഇന്നിപ്പം നമ്മളിപ്പം നിങ്ങൾ തന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം ഇത് പറ്റുകയാണെങ്കിൽ ശരി, എന്തൊക്കെ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്, ആ ജോലി ചെയ്യുക. ഇന്ന് ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പം നിങ്ങൾ ചെറിയ കുട്ടികൾ, എത്രയോ കുട്ടികൾ കണ്ടിട്ടുണ്ട്, അവർ തുന്നൽ പണിക്ക് പോകുന്നുണ്ട്, പിന്നെ അതുപോലെ കമ്പ്യൂട്ടർ ജോലിക്ക് പോകുന്നുണ്ട്. അവർ പെട്ടെന്ന് ജോലിയിലേക്ക് പോവുക, തനിക്ക് ആവശ്യമുള്ള ചിലവിനുള്ള കാര്യങ്ങൾ. എത്ര മിടുക്കന്മാരും മിടുക്കികളുമാണ് ഉള്ളത്. അല്ലെങ്കിൽ ഇതുമാതിരി ചാനലുകളിലേക്ക് പോയിട്ട് ജോലി ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ്. ആര്യക്കുട്ടി, അപ്പോൾ കൈനീട്ടത്തെക്കുറിച്ച് മാഷ് കുറേ പറഞ്ഞു തന്നില്ലേ? ഇനി മാഷക്ക് പാട്ടിൻ്റെ ഒരു കൈനീട്ടം കൊടുത്തൂടെ? ഒരു പാട്ട് കൂടി പാടിക്കൊടുത്തോളൂ മാഷക്ക് വേണ്ടി. ആര്യൻ്റെ ഒരു പാട്ട് ആട്ടെ. മൗലിയിൽ മയിൽ പീലി ചാർത്തി, മന്നപ്പട്ടാമ്പരം ചാർത്തി, ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം, നെഞ്ചിൽ ഗോലോചനക്കുറി കണി കാണണം. മഞ്ജിമ ഇവരെല്ലാം വളരെ മനോഹരമായിട്ട് പാടുന്ന ആൾക്കാർ. നിങ്ങൾ കവിത എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കവിത ചൊല്ലാറുണ്ടോ? അത് ശരിക്ക് ഈ എഴുത്തുകാരെ വെച്ചിട്ട് തന്നെ പഠിക്കാറുണ്ട്? ഇങ്ങനെ ഇപ്പം സുഗതകുമാരിയുടെ കവിത, അല്ലെങ്കിൽ ONV-യുടെ, അല്ലെങ്കിൽ ബാലചന്ദ്രൻ്റെ, അങ്ങനെ കവിത ചൊല്ലാറുണ്ടോ? പാടിയിട്ടുണ്ടല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കവിത ഒന്ന് +2 പഠിക്കുമ്പോൾ പാടിയത് അയ്യപ്പ പണിക്കരുടെ മർത്യപൂജ. ഒന്നത് ഒരു കുറച്ച് വരികൾ ചൊല്ലിയാട്ടെ മഞ്ജിമ. അത് കേൾക്കാനൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ്. നീയില്ല എങ്കിൽ ഉദിക്കില്ല സൂര്യൻ, നീയില്ല എങ്കിൽ കറങ്ങില്ല ഭൂമി, നീയില്ല എങ്കിൽ ചലിക്കില്ല വിശ്വം, തിളങ്ങില്ല ചന്ദ്രൻ, കടൽ കത്തി നിൽക്കിൽ, ഉയർന്നാളി വീശി പടർന്നാളിയാളി ജ്വലിക്കില്ല വന്നിൽ, നീയില്ല എങ്കിൽ മനുഷ്യ, നീയില്ല 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 എങ്കിൽ പറക്കില്ല പക്ഷി, പാടില്ല പക്ഷി, പച്ചപ്പനന്തത്ത തത്തപ്പനപ്പച്ച കൊക്കിൽ പ്രഭാതം കുറുക്കിച്ചിലക്കില്ല. വളരെ വളരെ മികച്ചൊരു കവിതയാവില്ല അത് കേട്ടോ. അതുപോലെ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നിങ്ങൾ ഈ ലളിതഗാനം ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ലളിതഗാനം, സിനിമാ ഗാനങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഇത് വരുമ്പോൾ ഇപ്പം ഈ പട്ടുപാവാട അടുത്ത ദിവസങ്ങളിലാണ് സുഗതകുമാരിയുടെ ഒരു കവിത വന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിനെ എങ്ങനെ മാറ്റിമറിക്കുമെന്നുള്ളതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ നിങ്ങളെപ്പോലെ നന്നായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, അതായത് പ്രധാനമായിട്ട് ലളിതഗാനങ്ങൾ, ആൽബം, അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങൾ ശ്രദ്ധിക്കുന്നവർ ഇതോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോവുകയും വേണം. അങ്ങനെ കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന നിങ്ങൾക്ക് കിട്ടുന്നൊരു മെച്ചം നമ്മുടെ സമകാലിക സാഹിത്യം എവിടെ നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട്
അറിയാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ കഥ എഴുതുന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാനൊരിക്കലും കവിത കണ്ടു കഴിഞ്ഞാൽ വായിക്കാതിരിക്കുന്നില്ല. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവായിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യ രൂപമായിട്ടാണ് ഞാൻ ഈ കവിത വായിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ പട്ടുപാവാട സുഗതകുമാരി എഴുതി കഴിഞ്ഞപ്പോൾ ഞാനിത് രാവിലെ ഇവിടെ ചൊവ്വാഴ്ച ആഴ്ചപ്പതിപ്പ് വന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഇത് വായിച്ചിട്ട് ഒരവസ്ഥയായിരുന്നു. എങ്ങനെയാണ് ഒരു പെൺകുട്ടി അനാഥമാക്കപ്പെട്ടിട്ട് അവിടെ സനാഥയാകുന്നത്, പിന്നെ ഇവിടെ അമ്മ വിളിച്ചു കൊണ്ടുപോയിട്ട് വീണ്ടും തെരുവിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അത് മഞ്ജിമയെ പോലുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് ഇത്രയും കഴിവുള്ളത് കൊണ്ടാണ് പറയുന്നത്. അത് ചൊല്ലിയിട്ട് മറ്റുള്ളവരെയും കൂടി ആനന്ദിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. മാഷൊരു സഞ്ചാരപ്രിയനാണോ? സഞ്ചാരം എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ ഇപ്പോഴൊന്നും അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടുള്ളൊരു യാത്ര പറ്റില്ല. വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യണം. അതായത് ഇപ്പം ട്രെയിനിൽ പോകുമ്പോഴെന്നോട് തിരുവനന്തപുരത്തേക്ക് നാളെ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിയില്ല എന്ന് പറയും. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു രീതിയിൽ തന്നെ പോകേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഞാൻ കയറിയിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. അതിപ്പോൾ ആവുന്നില്ല. നേരത്തെ നന്നായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോഴതേ സമയം എന്ന് പറഞ്ഞാൽ ഒമാനിൽ ഇപ്പം ഞാൻ പോയിരുന്നേനും. ഒമാൻ മുഴുവനും മസ്കറ്റ്, അത് ഈ 1-2 അവരുടെ പരിപാടിക്ക് പോയതായിരുന്നു. അത് ഒമാൻ ഓർമ്മകളെന്ന് പറഞ്ഞിട്ട് പുസ്തകമായിട്ട് വരാൻ വേണ്ടി പോയിരുന്നത്. ഒമാനിൽ പോയി മസ്കറ്റ് മുഴുവൻ സഞ്ചരിച്ചു. അതിനുശേഷം സലാലയിലേക്ക് വന്നു. അങ്ങനെയുള്ള യാത്രകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ്. മാഷ് ഇതുവരെ പങ്കുവെച്ചത് ഓർക്കാൻ വീണ്ടും ഇഷ്ടപ്പെടുന്ന ഓർമ്മകളാണ്. അങ്ങനെയല്ല സർ, വിഷമം തോന്നുന്ന, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഓർമ്മകൾ വിഷുദിനത്തിലുണ്ടായിട്ടുണ്ട്? ഇത് അതുകൊണ്ടാണ് അത് ഒന്നും ഓർമ്മിക്കാതിരിക്കുന്നത്, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും. കാരണം നിങ്ങൾക്കും വിഷമം വരും നേരത്തെ. മാഷക്ക് ഇങ്ങനെയൊക്കെ ഓർമ്മിക്കാനല്ല, അങ്ങനെയൊന്നും ഓർമ്മിക്കാതിരിക്കുന്നതല്ല. ഇപ്പം നമുക്കന്ന് വിഷുദിനത്തിൽ നമ്മൾ പപ്പടമില്ലാതെ വിഷുദിനം ഉണ്ടായിരിക്കുമല്ലോ. ഇന്ന് എല്ലാ ദിവസവും എല്ലാ വീട്ടിലും പപ്പടമില്ലേ അല്ലേ? അത് ഇപ്പം വലിയൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിക്കുക, എന്നാൽ ഇയാൾ ഇത്രയും ആർത്തി പണ്ടാരാന്ന് വിചാരിക്കുക. സംഭവം അതിൽ കാര്യമൊന്നുമില്ല. കാരണം അന്നത്തെ സാഹചര്യത്തിൽ അത് വലിയ കാര്യമായിരിക്കും ഒരു പപ്പടം. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കൊന്നുമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ ഭക്ഷണത്തെക്കുറിച്ചിട്ടൊക്കെ ആരും വ്യാകുലപ്പെടുന്നില്ല. ഇതൊക്കെ വേണം. നിങ്ങൾക്ക് വിഷുദിനത്തിൽ എത്ര പേർക്ക് ഇപ്പം ഭക്ഷണം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എത്ര കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്? നമുക്ക് പറ്റുന്നില്ലല്ലോ. അന്നൊരു പായസം കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കും. ഇന്ന് അത് നമുക്ക് ആ ഓർമ്മയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. കാരണം ഇന്ന് നമുക്ക് ഏത് സമയം വേണമെങ്കിലും റെഡി റെക്കറിങ് ആയിട്ട് പായസം ഉണ്ടാക്കാം. നിങ്ങൾ ഈ പോയിട്ട് പാക്കറ്റ് പാലിലിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് പായസം വന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഇഷ്ടപ്പെടാത്ത ഓർമ്മകളൊക്കെ ഒരുപാടുണ്ടായിരിക്കും. ഇപ്പം ഒരു വസ്ത്രം കിട്ടാതെ കണ്ട്, അല്ലെങ്കിൽ പുതിയ കുപ്പായം കിട്ടാതെ കണ്ട്, അത് കീറിയ കുപ്പായം, അങ്ങനെ അന്നത്തെ കാലത്ത് ആ ഓർമ്മകളില്ലാതെ ഒരൊറ്റൊരാളുണ്ടാവില്ല. അതിപ്പം നേരത്തെ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, അന്ന് ഇങ്ങനെ മാഷ് ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഈ പ്രായത്തിൽ ആലോചിക്കുമ്പോൾ ഒന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അതിലും ഗതികെട്ടവരാണെന്നുള്ളത് നമുക്കൊന്നുമില്ല. ചുരുങ്ങിയ പക്ഷം ഈ കയറി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് ഉണ്ടെന്ന് പറയാമല്ലോ. 40 പേരായിരുന്നു ഞാൻ എൻ്റെ ബാല്യകാലത്ത് ഒരു വിഷു കഴിക്കണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 40 പേര്. ഇപ്പം നമ്മളെ വീട്ടിലാരാവുള്ളൂ? ഇപ്പം നാളെ ഞാൻ ഈ വീട്ടിൽ വിഷു കഴിക്കേണ്ടത് 3 ആളാണ്. പിന്നെ 2 ആൾ വന്നിട്ടുണ്ടെങ്കിൽ 3, 2, 5 ആൾ വന്ന് കിട്ടിയെന്ന് മാത്രമാണ്. ഇതല്ലേ സംഭവമുള്ളത്. അപ്പോൾ അന്നേരത്തെ നമ്മൾ 40ഉം 5ഉം തമ്മിൽ താരതമ്യപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഇല്ല. പിന്നെ ഇന്നത്തെ ജീവിത രീതി, ഇന്ന് അത്രയും കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ. നമ്മളെ അമ്മയുടെ അമ്മയ്ക്ക് അന്ന് 8 മക്കളാണ് ഉള്ളത്. അതെല്ലാം കല്യാണം കഴിഞ്ഞ് പോയതൊക്കെ ആടുന്ന 2-ാം ദിവസം തന്നെ സ്റ്റണ്ടും പിന്നെ കത്തിക്കുത്തും ആകാശത്തേക്ക് വെടിയും പിന്നെ മറ്റേ ജലപീരങ്കിയെല്ലാം ആയിട്ട് ഇങ്ങ് തിരിച്ചു വരും. സംഭവം സർവത്ര ഗലാട്ടയായിരിക്കും. നമ്മളൊക്കെ ശരിക്ക് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ കണ്ടത് മറ്റ് രീതിയിലല്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് കണ്ടത്. അത് അങ്ങനെയുള്ള ഒരു ലൈഫിൽ ഇന്ന് അതെവിടെയും കാണുന്നുണ്ട്. ഏതെങ്കിലും വീട്ടിലങ്ങനെ കാണുന്നുണ്ടോ? അച്ഛനും അമ്മയും തമ്മിലുള്ള കലഹം തന്നെ വളരെ കുറഞ്ഞു പോയില്ല. കാരണം ഇവർ ഇടുന്ന കലഹിക്കാൻ നേരം ഉള്ള സമയം മുഴുവനും ടി-വിൻ്റെ മുമ്പിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാലഘട്ടവും ഈ കാലഘട്ടവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അന്നത്തെ ഒരു വലിയ ദുഃഖം എന്താണെന്ന് മാഷക്ക് പറയാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ എല്ലാവരും അനുഭവിച്ച ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പട്ടിണി ഉണ്ടായിരിക്കും, കലഹം ഉണ്ടായിരിക്കും. പക്ഷേ ഇതിനിടയിലൊക്കെ വല്ലാതൊരു സ്നേഹം എല്ലാവരും തമ്മിലുണ്ടായിരിക്കും. അതുണ്ട് എല്ലാവരും തമ്മിൽ.